സഭാ നവീകരണം ക്രൈസ്തവ സമുദായത്തിന്റെ വിമോചനത്തിന്. പ്രിയപ്പെട്ടവരെ, സഭാ നവീകരണം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരെ പരിഹാസത്തോടെ വീക്ഷിക്കുന്നവരാണ് ഏറെയും. അവരിൽ സാധാരണക്കാരായ പള്ളിഭക്തർ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം നേടിയവരും പൊതുപ്രവർത്തകരും അധ്യാപകരും എഴുത്തുകാരും ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന മറ്റു വിഭാഗങ്ങളും ഉൾപ്പെടുന്നു. എന്തിന്, ഏതാണ്ട് സഭാ നവീകരണ പ്രവർത്തകരെ പോലെ തന്നെ പരിഹാസവും അവഗണനയും സഹിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനും മനുഷ്യാവകാശങ്ങൾക്കും നീതിക്കും വിമോചനത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുകയും എല്ലാ വ്യവസ്ഥാപിത സങ്കല്പങ്ങൾക്കുമെതിരെ ബദൽ കാഴ്ചപ്പാടുകൾ തിരയുകയും ചെയ്യുന്ന ജനകീയ പ്രതിരോധ പ്രസ്ഥാനങ്ങളിലുള്ളവർക്ക് പോലും സഭാ നവീകരണം എന്ന് കേൾക്കുമ്പോൾ പുച്ഛമാണ്. അച്ഛന്മാരെയും മെത്രാന്മാരെയും നന്നാക്കാൻ നടക്കുന്ന വട്ടന്മാർ എന്നാണ് അവരുടെയും പൊതുവിലയിരുത്തൽ. അവരെ നന്നാക്കിയിട്ട് എന്ത് കാര്യമെന്നും അത് അസാധ്യമാണെന്ന് അറിഞ്ഞുകൂടെ എന്നും അവരോട് ഒരു അകലം പാലിച്ച് നിന്നാൽ പോരെ എന്നുമൊക്കെ അവർ അടിച്ചിരുത്തി ചോദിക്കും. അതല്ല എന്ന് വിശദീകരിക്കാൻ നോക്കിയാൽ ആരുമൊന്ന് നിന്നു തരിക പോലുമില്ല. വേറൊരു കൂട്ടരുടെ വാദം സഭാ നേതൃത്വത്തെ വിമർശിക്കാനും തിരുത്താനും നിങ്ങളാരും ഈശോമിശിഹായെ പോലെ പൂർണ്ണരല്ലോ എന്നതാണ്. ഇനിയും സഭാ നവീകരണ രംഗത്തുള്ളവർ തന്നെയായ മറ്റൊരു വിഭാഗം പറയുന്നത് സഭയ്ക്കുള്ളിൽ നിൽക്കുന്നവർക്കും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുകൊള്ളുന്നവർക്കും മാത്രമേ സഭാ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ അർഹതയുള്ളൂ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ യേശു യഹൂദ മതാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് തോന്നിപ്പോകും. ചുരുക്കത്തിൽ യാഥാസ്ഥിതിക ഭക്തന്മാർ തൊട്ട് ഏറ്റവും പുരോഗമനക്കാർ വരെയുള്ളവർ പൊതുവെ സഭാ നവീകരണ മതനവീകരണ പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണുന്നവരും അടിച്ചിരുത്താൻ നോക്കുന്നവരുമാണ്. ഇതിന് പ്രധാന കാരണം മനുഷ്യർ കാലുറപ്പിച്ച് നിൽക്കുന്ന ആദ്യ പ്രതലം ഏത് എന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായ അറിവ് പൊതുവെ ഇല്ലാത്തതാണ് എന്ന് തോന്നുന്നു. ലോകത്തിലെല്ലാവരും തന്നെ പിറന്നു വീഴുന്നത് ഏതെങ്കിലും ഒരു മതസമൂഹത്തിലാണ്. ഇന്നത്തെ അവസ്ഥയിൽ മരണം വരെ ആ സമൂഹത്തിന്റെ ഭാഗമായി മനുഷ്യന് ജീവിക്കാനും സാധിക്കും. എന്തായാലും മുലപ്പാലിനൊപ്പം അവനെ രൂപപ്പെടുത്തുന്നതിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നത് അവൻ അംഗമായിരിക്കുന്ന സമുദായത്തിന്റെ മതചിന്തകളും അനുശാസനങ്ങളുമാണ്. അതിനെയൊക്കെ തിരസ്കരിച്ച് മുന്നോട്ട് പോകാൻ ചിലർക്കൊക്കെ പിന്നീട് കഴിഞ്ഞെന്ന് വരാം. എങ്കിൽ പോലും ശൈശവ കൗമാരകാലത്തെ മത അനുശീലനങ്ങളുടെ തായ്വേരുകൾ അവരുടെയൊക്കെ വ്യക്തിത്വത്തെയും സംസ്കാരത്തെയും സൂക്ഷ്മമായി സ്വാധീനിച്ചുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുമെന്നതാണ് യാഥാർത്ഥ്യം. പുരോഹിത ശാപത്തെയും ദൈവകോപത്തെയും കുറിച്ചുള്ള ഭീതിയും മതസംബന്ധിയായ സകലത്തിനു മുമ്പിൽ കൈകൂപ്പാൻ അവയ്ക്കുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ദൈവിക പരിവേഷവുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതുകൊണ്ടെല്ലാം സംഭവിക്കുന്നത് സ്വന്തം മതസാമുദായിക കാര്യങ്ങളെ യുക്തിബോധത്തോടെയോ വിമർശനാത്മകമായോ നോക്കിക്കാണാനോ മതവിരുദ്ധമെന്ന് പ്രകടമായി തന്നെ അറിയാവുന്ന കാര്യങ്ങളിൽ പോലും തിരുത്തലുകൾ വരുത്താനോ അതാത് സമുദായത്തിലുള്ളവർക്ക് കഴിയാതെ പോകുന്നു എന്നതാണ്. തന്മൂലം ഓരോ തലമുറ കഴിയും തോറും ഒരു ദൂഷിത വലയത്തിൽ അകപ്പെട്ടിട്ടെന്ന പോലെ വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലുമുള്ള മനുഷ്യന്റെ സാംസ്കാരിക വളർച്ച മുരടിക്കുന്നു. ഇപ്രകാരം ഒരു വളർച്ചാ മുരടിപ്പുണ്ടായതാണ് പുരോഹിതന്റെ വിരൽ ചലനത്തിനനുസരിച്ച് ചലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു യാന്ത്രിക ആൾക്കൂട്ട സമൂഹമായി കേരള കത്തോലിക്ക സമുദായം മാറിയതിന് കാരണം എന്ന് പറയാം. അങ്ങനെ പുരോഹിത വായ്ക്ക് എതിർവ ഉയരാത്ത ഒരു ജനതയായി ക്രൈസ്തവ സമൂഹം മാറിയത് കൊണ്ടാണ് എന്തായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലിന്റെ ഉള്ളടക്കം എന്നറിയാൻ പോലും ശ്രമിക്കാതെ അതിനെതിരെ അന്ധമായ ഒരു ആൾക്കൂട്ട പടയായി മാറി സഭയ്ക്ക് രക്തസാക്ഷികളെ സൃഷ്ടിച്ചു കൊടുക്കേണ്ട നിർവൃതി ഒരിക്കൽ ഈ സമുദായത്തിലുണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുപോകുമെന്ന് ഭയപ്പെടുത്തി സമുദായം വക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മെത്രാന്മാർ കൈവശപ്പെടുത്തുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഗതികേട് ഈ സമുദായത്തിലുണ്ടായതും ഇതേ കാരണത്താലാണ്. പൗരോഹിത്യം സൃഷ്ടിച്ചു വിട്ട അതേ ആൾക്കൂട്ട മനോഭാവം തുടർന്നതുകൊണ്ടാണ് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശകൾ എന്തിനെന്നും മനസ്സിലാക്കാൻ അശേഷം ശ്രമിക്കാതെ ജനങ്ങളിൽ ഭീതിയും തെറ്റിദ്ധാരണകളും സൃഷ്ടിച്ചു ഇടയലേഖനങ്ങൾ ഇറക്കിയുമുള്ള സഭാ മേലധ്യക്ഷന്മാരുടെ ഗോഗുവ വിളികൾ കേട്ട് ആത്മഹത്യാപരമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് ക്രൈസ്തവ സമുദായം അക്കാലത്ത് ചാടിയിറങ്ങിയതും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്തിയ PT തോമസ് MLA ശവഘോഷയാത്ര നടത്തി അദ്ദേഹത്തെ അവഹേളിച്ച് സമുദായം തന്നെ സ്വയം അവഹേളിതമായതും ഇത്തരം തരംതാണ പ്രവർത്തനങ്ങൾക്ക് കാരണമായ സമുദായത്തിന് മേലുള്ള പുരോഹിത കടിഞ്ഞാൺ ബന്ധം മുറിച്ചുമാറ്റി സമുദായത്തിലുള്ളവർക്ക് ചിന്താ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നതാണ് സഭാ നവീകരണം ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സഭാ നവീകരണ പ്രവർത്തനം എന്നാൽ അച്ഛനെയും മെത്രാനെയും നന്നാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒന്നാണെന്ന വിലയിരുത്തൽ തന്നെ തെറ്റാണ്. മറിച്ച്
ഏത് മതനവീകരണ പ്രവർത്തനവും അത് ഉൾക്കൊള്ളുന്ന മതസമൂഹത്തിന്റെ സംസ്കാരത്തെ സജീവമായും ആരോഗ്യത്തോടെയും നിലനിർത്താനും വളർത്താനും ലക്ഷ്യമിട്ടുള്ളതാണ്. ക്രൈസ്തവ സഭകളുടെ നവീകരണം എന്നാൽ അത് ആത്യന്തികമായി ലക്ഷ്യമാക്കുന്നത് യേശു മുന്നോട്ട് വെച്ച സ്നേഹത്തിൻ്റെതായ മതദർശനത്തെ ജീവിതമാക്കി മാറ്റാനുള്ള ഉപകരണമാക്കി സഭാ സംവിധാനത്തെ മാറ്റിത്തീർക്കുക എന്നതാണ്. സ്നേഹത്തിന്റെ സ്വർണ്ണ നൂലുകളാൽ പരസ്പരം ബന്ധിതരായുള്ള ഒരു ലോക മഹാകുടുംബം, ദൈവരാജ്യം ഈ ഭൂമിയിൽ സാക്ഷാത്കരിക്കുക എന്നതാണ്. മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ്. അതാണ് മാനദണ്ഡം. അതുകൊണ്ട് ആദിമസഭ തുറക്കമിട്ട മനുഷ്യർ സോദരത്വേന വാഴുന്ന ആ മാതൃകാ ലോകത്തിന്റെ കൂട്ടായ്മ സമൂഹ വ്യവസ്ഥയുടെ കെട്ടുപണിക്ക് ഇന്നത്തെ സഭ എത്രമാത്രം സഹായകമാണ് അല്ലെങ്കിൽ തടസ്സമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവർത്തകർ സഭാ നേതൃത്വത്തെ പിന്തുണയ്ക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവർ പിന്തുണച്ചിരുന്നത് യേശു കടമപ്പെടുത്തിയ ഈ ദൗത്യ നിർവഹണത്തിന് അദ്ദേഹം ധീരമായി മുൻകൈ എടുക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. ഒന്നാമനെങ്കിലും അവസാനക്കാരനെ പോലെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അരൂപിയിലേക്ക് മനുഷ്യരെയും സഭാ സംവിധാനത്തെയും പരിവർത്തിപ്പിക്കാൻ അദ്ദേഹം കഠിന ശ്രമം നടത്തിയിരുന്നത് കൊണ്ടാണ്. സഭയിൽ ഒരു മാറ്റവും നടക്കാൻ പോകുന്നില്ല എന്ന മുൻവിധിയിൽ അടയിരിക്കുന്ന വിശ്വാസികൾ വളരെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നടക്കാത്ത കാര്യത്തിനു വേണ്ടി സമയം കളഞ്ഞ് മണ്ടനാകാനില്ല എന്നാണ് അവരുടെ നിലപാട്. സഭാ നവീകരണ പ്രവർത്തകരൊക്കെ മണ്ടന്മാർ എന്ന് വ്യംഗ്യം. ഒരു കാര്യം ആവശ്യമെന്ന് കാണുകയും അത് നടക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ അതിനുവേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി എന്താണ് പറയേണ്ടത്? മാറ്റം ആവശ്യമെന്ന് തോന്നുന്നവരെ സംബന്ധിച്ച് ഫലമുണ്ടാകുമോ എന്ന് നോക്കാതെ തന്നെ കഴിയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതേ കരണീയമായുള്ളൂ. ഫലം ഇച്ഛിക്കാത്ത നിതാന്ത പരിശ്രമം. അപമാനങ്ങൾ സഹിച്ചും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയും സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പോരുന്ന പൗരുഷമാണ് തൻ്റെ ശിഷ്യരിൽ നിന്ന് യേശു ആവശ്യപ്പെടുന്നത്. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ വെറുക്കുകയും ഒഴിവാക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്ന യേശുവചനത്തിൻ്റെ അർത്ഥം അതാണ്. അതിന് തയ്യാറാകുന്നവരെ പരിഹസിക്കുന്നവർ അതിലൂടെ യേശുവിനെ തന്നെയാണ് പരിഹസിക്കുന്നത് എന്നോർക്കുക. അവരുടെ മറിച്ചുള്ള വാദഗതികളൊക്കെ സ്വന്തം അലസതയെയും നിഷ്ക്രിയത്വത്തെയും ഭീരുത്വത്തെയും ആദർശവൽക്കരിച്ച് മൂടിവയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണ് എന്നേ പറയാനാകൂ. സഭാ നവീകരണ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത്രയും വിവരിച്ചത് കേരളത്തിൽ വളരെ സജീവമായിരുന്ന സഭാ നവീകരണ പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ ഏതാനും വർഷങ്ങളായി തീർത്തും നിഷ്ക്രിയമായിരിക്കുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ്. സഭാ നവീകരണ രംഗത്തുള്ള മിക്കവരെയും തന്നെ ഒരുതരം ഉത്സാഹരാഹിത്യം ബാധിച്ചിരിക്കുന്ന ഒരു കാലയളവാണിത് എന്ന് തോന്നുന്നു. എന്തെല്ലാം ചെയ്തിട്ടും സഭയിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ലല്ലോ എന്ന നൈരാശ്യം എല്ലാവരെയും തന്നെ ബാധിക്കുകയും തളർത്തുകയും ചെയ്തിരിക്കുന്നു. എത്രയോ സന്നാഹങ്ങൾക്കൊടുവിൽ 2 ലക്ഷത്തോളം പേരെ അണിനിരത്തി വളരെ വിജയകരമായി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി സഭാ നവീകരണ മേഖലയുടെ ശക്തി തെളിയിച്ചിട്ടും ചർച്ച് ആക്ട് പാസ്സാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ന ഒറ്റ വാചകത്തിൽ ആ ശക്തിയെല്ലാം ചോർന്നുപോയ അവസ്ഥയിലാണ് 2020 മുതൽ ഈ മേഖല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇന്ന് കെടാതെ സജീവമായിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്നും സമുദായത്തിൽ നിന്നും വെറുപ്പും തിരസ്കാരവും ഒറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് എന്തിനിനിയും ജീവിതം പാഴാക്കണം എന്ന ചിന്തയിൽ ആത്മസംഘർഷം അനുഭവിക്കുന്നവരും നിഷ്ക്രിയത്വം ഭരിച്ചവരും ഒട്ടും കുറവല്ല എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ സഭാ നവീകരണ മേഖല നിഷ്ക്രിയമാകും തോറും സഭാ സമൂഹം അനാഥമാകുന്നതും അധികാരികളുടെ ധാർഷ്ട്യവും സ്വേച്ഛാധിപത്യ പ്രവണതകളും കൂടി വരുന്നതും നമുക്ക് കാണാനാകും. സഭയുടെ പേരിൽ സമുദായത്തിൻ്റെയും ഭരണാധികാരികളായിരിക്കുകയാണ് ഇന്നവർ. സമുദായത്തിലെ മുഴുവൻ സംഘടനാ പ്രവർത്തനങ്ങളും പുരോഹിത നേതൃത്വത്തിലായിരിക്കുന്നു. സമുദായത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളും എത്ര നിയന്ത്രണത്തിലാണ് ഇന്ന്. സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളുടെ എല്ലാം ഭരണാധികളായിരിക്കുന്നു അവർ. ഒരൊറ്റ മെത്രാൻ വിചാരിച്ചാൽ കത്തോലിക്ക സമുദായം വക ഹോസ്പിറ്റലുകളിലെ ആയിരക്കണക്കിന് കത്തോലിക്ക നഴ്സുമാരെ കണ്ണീര് കുടിപ്പിക്കാൻ കഴിയും എന്ന സാഹചര്യം നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സഭാ സ്വത്തുക്കൾ വിൽക്കാൻ സഭാധികാരികൾക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും സമുദായം വക സ്വത്തുക്കൾ തന്നിഷ്ടപ്രകാരം വിൽക്കുകയും തന്നിഷ്ടപ്രകാരം തന്നെ ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഭാധികാരികൾ. അധികാരത്തിൽ അധിഷ്ഠിതമായ, അതിനാൽ തന്നെ തികച്ചും പാപകരമായ ഇന്നത്തെ സഭാഘടനയെ സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു ഘടനയിലേക്ക് പരിവർത്തിപ്പിക്കാത്തടത്തോളം കാലം കത്തോലിക്ക സമുദായം ഒരു അടിമ ജനതയായി നിലനിൽക്കുമെന്ന വസ്തുത നാം കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് മെത്രാന്മാരെയും പൗരോഹിത്യത്തെയും തുറന്നു കാട്ടുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും പഴിക്കുന്നതിനുമൊക്കെ അപ്പുറത്തേക്ക് സഭയുടെ ഘടന മാറ്റാനുതകുന്ന ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ശ്രദ്ധിക്കേണ്ട എന്നല്ല,
ശ്രദ്ധിക്കണം. അവയ്ക്കെല്ലാം പരിഹാരങ്ങൾ കാണുകയും ചെയ്യണം. ഒപ്പം തന്നെ സഭയുടെ ഘടനയെ അധികാരത്തിൽ നിന്ന് മുക്തമാക്കി യേശു ദർശനത്തിന് ചേരുന്ന വിധത്തിൽ കൂട്ടായ്മ ജനാധിപത്യത്തിലേക്ക് മാറ്റുക എന്ന പരമപ്രധാനമായ ഉത്തരവാദിത്വത്തിലേക്ക് നാം തിരിയുക കൂടി ചെയ്യണം. ഇതിനുള്ള വഴിയാണ് ഇപ്പോൾ സഭ ആധികാരികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സിനഡൽ മാർഗം. സഭയുടെ ഏറ്റവും താഴ്ന്ന തലമായ കുടുംബ കൂട്ടായ്മകൾ മുതൽ ഏറ്റവും ഉന്നത തലമായ ആഗോള സഭ വരെ, ഇടവകകൾ, രൂപതകൾ, വ്യക്തിസഭ എന്നിങ്ങനെ എല്ലാ തലങ്ങളിലും സ്ഥാന പദവികൾക്ക് അതീതമായി പരസ്പരം ശ്രവിച്ചും സംവദിച്ചും അംഗീകരിച്ചും കൂട്ടായി ആലോചിച്ചും പ്ലാൻ ചെയ്തും കൂട്ടായ ഉത്തരവാദിത്വത്തിലും വേണം സഭയിൽ എല്ലാ കാര്യങ്ങളും നടത്താൻ എന്നതാണല്ലോ സിനഡൽ മാർഗത്തിൻ്റെ കാതൽ. വാസ്തവത്തിൽ ആദിമസഭയുടെ കൂട്ടായ്മ സമ്പ്രദായത്തിലേക്കുള്ള, ഒപ്പം കേരള സഭയുടെ പള്ളിയോഗ സഭാ സമ്പ്രദായത്തിലേക്കുള്ള ഒരു കാലാനുസൃതമായ ഒരു തിരിച്ചുപോക്കാണിത്. യേശു ചൈതന്യത്തെ സഭയിലേക്ക് ആനയിക്കലുമാണത്. എന്നാൽ ഇത് നടപ്പാക്കപ്പെട്ടാൽ തങ്ങളുടെ അധികാരവും യജമാനത്വവും നഷ്ടപ്പെടുമല്ലോ എന്ന ഭയം മൂലം സഭാധികാരികൾ ഈ പ്രക്രിയയ്ക്ക് മുൻകൈയെടുക്കില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ ഇക്കാര്യത്തിൽ സഭാസമൂഹം മുൻകൈയെടുത്താൽ അവർക്കതിനെ എതിർക്കാനുമാവുകയില്ല. കാരണം അത് ആധികാരിക സഭാ പ്രബോധനമാണല്ലോ. അതുകൊണ്ട് സഭാസമൂഹത്തെ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കുകയും അതേസമയം തന്നെ സഭാ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുകയെന്ന രണ്ട് ഉത്തരവാദിത്വങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കാൻ സ്വതന്ത്ര സഭാ പ്രസ്ഥാനങ്ങൾ തയ്യാറാകേണ്ടി വന്നിരിക്കുകയാണ്. കാത്തലിക് ലൈറ്റി ഫോറം ഫോർ സിനഡാലിറ്റി എന്നൊരു പ്രസ്ഥാനം ഇപ്പോൾ തന്നെ കേരളത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് എന്നത് പ്രതീക്ഷയുണർത്തുന്നു. അതിനോട് ബന്ധപ്പെട്ട് ഏകോപിതമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. സിനഡൽ മാർഗം ആധികാരിക സഭയുടെ പ്രഖ്യാപിത നയമാണ്. എന്നാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സിനഡൽ മാർഗത്തിലേക്ക് തിരിയാൻ നമ്മുടെ സഭാ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതിന് അവരുടെ ഇക്കാര്യത്തിലുള്ള മൗനം ഒരു തെളിവാണ്. അപ്പോൾ അവർക്ക് മേൽ സഭാസമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം അനിവാര്യമാണ് എന്ന് വരുന്നു. അവരെ കൂടി ക്ഷണിച്ചുകൊണ്ട് ആത്മായ സിനഡുകൾ നടത്തുക എന്നതാണ് അതിനൊരു വഴി. മറ്റൊരു വഴി സഭയുടെയും സഭാ സ്വത്തുക്കളുടെയും മേലുള്ള സഭാധികാരികളുടെ ഭൗതികാധികാരം അവരിൽ നിന്ന് നീക്കി ഇടവക, രൂപത, വ്യക്തിസഭ എന്നീ തലങ്ങളിൽ വിശ്വാസി സമൂഹത്തിൻ്റെ ട്രസ്റ്റുകൾ രൂപീകരിച്ച് അവയുടെ ഭരണാധികാരം ഈ ട്രസ്റ്റുകളെ നിയമപരമായി നിക്ഷിപ്തമാക്കുന്ന ചർച്ച് ആക്ട് ഗവൺമെന്റിനെ കൊണ്ട് നടപ്പിലാക്കിക്കുക എന്നതാണ്. അതിന് പക്ഷേ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. എന്നാൽ അപ്രകാരം ഭൗതികാധികാരം നഷ്ടപ്പെടുന്ന പക്ഷം സഭാധികാരികൾ സിനഡൽ മാർഗത്തിലേക്ക് തിരിയാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് ഈ രണ്ട് വഴികളും സ്വീകരിച്ച് കഴിയുന്നത് പോലെ പ്രവർത്തിച്ചാലോ എന്നുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും ലക്ഷ്യം നഷ്ടപ്പെട്ട് നിഷ്ക്രിയമായി പോയ സഭാ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ ഇതൊരു സുവർണാവസരമാണ്. സഭയെ ആസകലം അധികാരമുക്തമാക്കി സ്വതന്ത്രമാക്കുന്ന സിനഡൽ മാർഗം കേരള സഭയിൽ നടപ്പാക്കുക എന്ന ലക്ഷ്യം ഏറ്റെടുക്കാൻ അവയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. സ്വന്തം സമുദായത്തെ പുരോഹിത ആധിപത്യത്തിൽ നിന്നും മതരാഷ്ട്രീയത്തിൽ നിന്നും സ്വതന്ത്രമാക്കി സഭാംഗങ്ങളുടെ അന്തസ്സും അഭിമാനവും മനുഷ്യത്വവും വീണ്ടെടുക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഇന്നത്തെ യാന്ത്രികമായ ആൾക്കൂട്ട സമൂഹം എന്ന അവസ്ഥയിൽ നിന്ന് ജീവനുള്ള ഒരു ജൈവ സമൂഹമായി സഭ മാറും. ജീവനുള്ള സമൂഹത്തിൽ മാത്രമേ യേശു ഉപദേശിച്ച ദൈവരാജ്യ മൂല്യങ്ങൾ വിളയൂതാനും. ഇത് ഓരോ മനുഷ്യനും മൊത്തം ലോകത്തിനും ആവശ്യമുള്ള കാര്യമാണ്. ഈ ബോധ്യമുള്ളവർ സഭാ നവീകരണ രംഗത്തേക്ക് കടന്നു വരട്ടെ. ഈശോ മിശിഹായുടെ പൂർണ്ണത കൈവരിച്ചിട്ടാകട്ടെ പ്രവർത്തിക്കാൻ എന്ന് കരുതിയാൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കാനേ പറ്റൂ എന്നോർക്കുക. ഈശോ മിശിഹ ആവുക എന്നതല്ല, മറിച്ച് സത്യത്തെ മുൻനിർത്തിയുള്ള അന്വേഷണങ്ങളുടെയും നവീകരണ ചിന്തകളിലൂടെയും അർപ്പണ മനോഭാവത്തോടുള്ള പ്രവർത്തനങ്ങളിലൂടെയും യേശു ചൈതന്യത്തോടടുക്കാൻ പരിശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.